പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. നമ്മൾ അരിയൊന്നും കുതിർത്തിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസം, ഇനിയിപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു മടി പിടിച്ച ദിവസമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. എത്ര നമുക്ക് വേണ്ട എത്ര എടുക്കാം. ഞാനത് എടുത്തിട്ട് കഴുകാണ് കേട്ടോ. കഴുകിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്കറിയാം നുറുക്ക് ഗോതമ്പ് വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെക്കണം അല്ലേ. അപ്പോൾ ഞാൻ കണ്ടോ അടിയിൽ നിൽക്കുന്ന രീതിയിൽ മുകളിൽ കുറച്ച് അധികം വെള്ളം വരുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കണം കേട്ടോ. ഇത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ചിട്ടാൽ മതി, ഒരു നുള്ളു ഉപ്പിട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ കുക്കർ വേവിക്കണം കേട്ടോ. നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവിക്കുക. തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ച് സിമ്മാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. ഇത് അരമുറി തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുക്കർ വിസിലടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അരമുറി തേങ്ങ വേഗത്തിൽ ചിരവിയെടുക്കാം. അത് ചിരകിയിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അത് 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നും വേണ്ട, നമ്മൾ ഒരൊറ്റ പാല് എടുത്താൽ മതി. അത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, മോന് സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പുഴുങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. പാല് പിഴിയാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പാല് പിഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പയാണ് കേട്ടോ. ഇതൊരു തുണിയുടെ അരിപ്പയാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചാണ്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇതിൽ പാല് പിഴിയാൻ. സാധാരണ പാലരിക്കുന്നതിനുള്ള ഒരു അരിപ്പയാണ് കേട്ടോ ഇത്. പക്ഷെ എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും കേട്ടോ ഇതിൽ. ഞാനിപ്പുറത്തൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കപ്പ് ഇതുപോലത്തെ ഒരു കപ്പിൻ്റെ മുകളിലാണ് ഞാനിങ്ങനെ അരിപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ തേങ്ങാപ്പാൽ ഇറ്റിട്ട് വീഴും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞിട്ട് ഈ തേങ്ങയുടെ ചണ്ടിപ്പുറത്തേക്ക് ഒരു പാത്രത്തേക്ക് ഇടാം കേട്ടോ. ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് മുഴുവൻ പാലും പിഴിഞ്ഞെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ എനിക്ക് തേങ്ങ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഈ അരിപ്പയിൽ. അപ്പോൾ 3 വിസിൽ അടിച്ചു കേട്ടോ. 3 വിസിൽ അടിച്ച് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്, ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ഇത് ചൂടാറുന്ന വരെ കാത്തു നിൽക്കണേ. ഇപ്പോൾ എടുക്കരുത്, ഇത് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാനെടുത്ത പാലുണ്ട്, തേങ്ങാപ്പാൽ കണ്ടല്ലേ, ഇത്രയും പാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അരമുറി തേങ്ങയായിരുന്നു കേട്ടോ. നമ്മുടെ അരിപ്പയില്ലേ, അത് നമുക്ക് കഴുകാനും വളരെ എളുപ്പമാണ് കേട്ടോ. അത് മറിച്ചിട്ട് കൊടുത്തിട്ട് പൈപ്പിലൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, വൃത്തിയായിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് ഉരച്ച് കഴുകിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവി പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അങ്ങനെയുള്ള കുറച്ചധികം പണികളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ കുക്കറിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ.
വെള്ളം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് ഒന്നുകൂടെ തീ കത്തിച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെ കഴിക്കാം. ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ്, കുട്ടികൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചിട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ശരിക്കും ഇതിലേക്ക് മധുരമാണ് വേണ്ടത് കേട്ടോ. മധുരമാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. വറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല, നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് ഒഴിക്കാം. എന്നിട്ട് തീ ഓഫാക്കാം കേട്ടോ. പാൽ ഒഴിച്ച ഉടനെ തീ ഓഫാക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ അലീസ റെഡിയായ ചൂടോടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ചൂട് പറക്കുന്ന ഗോതമ്പ് പായസം അല്ലെങ്കിൽ അലീസ എന്നൊക്കെ പറയാല്ലേ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല സോഫ്റ്റാണ്. രാജി കഴിക്കുന്നുണ്ടല്ലേ കഴിച്ചാ? ടേസ്റ്റ് ഉണ്ടോ? മുട്ടയാണ് ആദ്യം എടുക്കണത്. ഓക്കെ, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, നമ്മളതിലൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതുപോലെ പഞ്ചസാരക്ക് പകരം നമുക്ക് കൽക്കണ്ട ഉപയോഗിക്കാം കേട്ടോ. കൽക്കണ്ട തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഉപയോഗിച്ചത്. പഞ്ചസാരയേക്കാൾ നല്ലത് കൽക്കണ്ടാണ് കേട്ടോ. ഇപ്പോൾ പഞ്ചസാര ഞാൻ പ്രൊമോട്ട് ചെയ്യൂല കേട്ടോ. ശർക്കര ചേർക്കാം, പക്ഷേ ശർക്കരക്കാളും ടേസ്റ്റ് ഇതിലേക്ക് കൽക്കണ്ട അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുമ്പോഴാണ്. അപ്പോൾ കൽക്കണ്ട ചേർത്താലും മതി. രസമുണ്ടോ? അടിപൊളിയല്ലേ? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിയും അമർത്തണം, കമന്റിൽ കാണണം.